വലിയ കുടുംബങ്ങളെ അധിക്ഷേപിച്ചവർക്ക് യുവാവിന്റെ തീപ്പൊരി മറുപടി. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ജോജി കോലഞ്ചേരിയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് മാനന്തവാടി രൂപതയിലെ 9 മക്കളുള്ള ഒരു വലിയ കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഓണത്തിന് ഷെക്കേന TV പ്രക്ഷേപണം ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടും കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ കത്തോലിക്ക സഭയും ചാനലും പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെയും ആലയിൽ സജീവമായ ചിലർ പോസ്റ്റിടുകയും ചില കോളാമ്പികൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തത് കാണാനിടയായി. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങൾ എല്ലാം തന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ല കുടുംബങ്ങളിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നത്. കൂടുതൽ മക്കളെ സ്വീകരിക്കാനുള്ള ദൈവകൃപ കിട്ടിയതുകൊണ്ട് മാത്രമാണ് അത് സാധ്യമാകുന്നത്. നിരീശ്വരവാദികളായ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏതെങ്കിലും വലിയ കുടുംബത്തെ നേരിട്ട് കാണുമ്പോഴോ വലിയ കുടുംബങ്ങളുടെ സംഗമം നടക്കുമ്പോഴോ ഒന്ന് വന്ന് പങ്കെടുത്ത് ആ കുടുംബങ്ങളിൽ ഉള്ളവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കാര്യങ്ങൾ. അങ്ങനെയൊരു സംഗമത്തിൽ ഒരിക്കൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ നേരിട്ട് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, ജീവസമൃദ്ധി എന്ന പദ്ധതി വഴി 140ഓളം വലിയ കുടുംബങ്ങളെ ഇതുവരെ പരിചയപ്പെട്ടിട്ടുമുണ്ട്. സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമെല്ലാം കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാറ്റിലുമുപരി ഓരോ കാലഘട്ടത്തിലും എല്ലാ മേഖലയിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. ക്രൈസ്തവർക്കിടയിൽ മക്കൾ കുറയുമ്പോൾ കൂടുതൽ മക്കളെ സ്വീകരിക്കാനുള്ള കൃപ കുടുംബങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. പഴയ കാലഘട്ടത്തിലെ പോലെ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് കൂടി വരുന്നു. കരിസ്മാറ്റിക്കായി നടക്കുന്ന കുടുംബങ്ങളിൽ മാത്രമല്ല ഇന്ന് കൂടുതൽ മക്കളുള്ളത്. വിദേശത്ത് സെറ്റിലായ നല്ല ജോലിയിലുള്ള മിക്ക ക്രൈസ്തവ ദമ്പതികൾക്കും ആവറേജ് 3 മക്കൾ എങ്കിലുമുണ്ട്. കൂടുതൽ മക്കളെ പ്രസവിക്കുന്ന സ്ത്രീകൾ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് പരിചയമുള്ള 6 മക്കളെ സിസേറിയൻ വഴി ജന്മം നൽകിയ ഡോക്ടർ ഇപ്പോഴും ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നസ്രത്തിലെ ജോസഫിന്റെയും മറിയത്തിന്റെയും ഒറ്റക്കുട്ടി മാതൃക ക്രിസ്ത്യാനികൾ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? രക്ഷകനായ ഈശോയ്ക്ക് മാത്രം ജന്മം നൽകുക എന്ന ദൗത്യമാണ് പരിശുദ്ധ മറിയത്തിന് ഉണ്ടായിരുന്നത് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ലേലും ക്രിസ്ത്യാനികൾക്ക് നന്നായി അറിയാം. ഇന്ത്യയുടെ പോപ്പുലേഷനിൽ 2.5% മാത്രമുള്ള ക്രിസ്ത്യാനികൾക്ക് കുറച്ച് പിള്ളേർ കൂടുതൽ ഉണ്ടായി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ തെറ്റായ നയം തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവിക പദ്ധതിയെ എതിർക്കാൻ സാത്താൻ ചില കോളാമ്പികളെ എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്നവരെ ആത്മീയമായും ഭൗതികമായും ദൈവം അനുഗ്രഹിക്കും. അതാണ് ആ പ്രോഗ്രാമിലെ കുടുംബവും പങ്കുവച്ചത്. അതിനെ കളിയാക്കിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കളിയാക്കൽ തുടർന്നോളൂ. ദൈവകൃപ കിട്ടിയവർക്ക് അതൊന്നും ബാധകമല്ല. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുവചനം: വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന പരിശുദ്ധ ബൈബിളിലെ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ജോജി കോലഞ്ചേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.